നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. റവന്യൂ വകുപ്പിന്റെ വൈരുദ്ധ്യമുള്ള കത്ത് കണ്ട് പകച്ചു നിൽക്കുകയാണ് കാസർഗോഡ് നായക്സ് റോഡിലെ കുടുംബം. 90 വർഷമായി കുടിയിരിക്കുന്ന ഭൂമിയിൽ നിന്ന് 3 ദിവസത്തിനകം കുടിയൊഴിയണമെന്നും അല്ലെങ്കിൽ ഒഴിപ്പിക്കൽ നടപടി സ്വീകരിക്കുമെന്നുമാണ് നോട്ടീസ്. മാറിപ്പോകേണ്ട സ്ഥലത്തിന്റെ സർവേ നമ്പർ ഉൾപ്പെടെ നൽകിയിട്ടുണ്ടെങ്കിലും അങ്ങനെയൊരു സ്ഥലം ഇവർക്ക് അനുവദിച്ചതിന്റെ രേഖകൾ ഫയലില്ലെന്ന് RDOയും പറയുന്നു. ഇല്ലാത്ത സ്ഥലത്തേക്ക് കുടിയൊഴിയാൻ ആവശ്യപ്പെടുമ്പോൾ പട്ടികജാതി വിഭാഗത്തിൽപ്പെടുന്ന കുടുംബം അനുഭവിക്കുന്നത് കടുത്ത നീതി നിഷേധമാണ്. വില്ലേജിൽ നിന്ന് കൊണ്ടുവന്ന കടലാസിൽ പറയുന്നത് 3 ദിവസത്തിൽ കുടിയൊഴിയണമെന്ന്. ഞങ്ങൾ എങ്ങോട്ടാണ് പോകേണ്ടത്? കണ്ണീരോടെ കുടുംബം ചോദിക്കുന്നു. ഭൂമിക്കായി വർഷങ്ങൾ നീണ്ട നിയമപോരാട്ടം നടക്കുമ്പോഴാണ് റവന്യൂ അധികൃതരിൽ നിന്ന് മനുഷ്യത്വ വിരുദ്ധമായ സമീപനം. കാസർഗോഡ് വില്ലേജിലെ സർവേ നമ്പർ 89/11 പെട്ട സ്ഥലത്താണ് 92കാരിയായ ലക്ഷ്മി അമ്മയും മകൾ കമലാക്ഷിയും മകന്റെ ഭാര്യ ചിത്രയും അവരുടെ 3 മക്കളും കഴിയുന്നത്. പൊളിഞ്ഞു വീഴാറായ വീട് ഒന്ന് പുതുക്കിപ്പണിയാൻ പോലും ഇതുവരെ സാധിച്ചിട്ടില്ല. ഇനിയിപ്പോൾ അധികൃതർ കുടിയിറക്കിയാൽ കിടപ്പിലായ അമ്മയെയും കൊണ്ട് എങ്ങോട്ട് പോകുമെന്നതിൽ കുടുംബാംഗങ്ങൾക്ക് നിശ്ചയമില്ല. കഴിഞ്ഞ 5-നാണ് താലൂക്ക് തഹസിൽദാർ ഒപ്പുവെച്ച നോട്ടീസ് കുടുംബത്തിന് ലഭിച്ചത്. വർഷങ്ങളായി കുടിയിരിപ്പുള്ള സ്ഥലത്ത് നിന്ന് 122/1 പെട്ട സ്ഥലത്തേക്ക് മാറാനാണ് ഉത്തരവ്. എന്നാൽ ഇതേ സർവേ നമ്പർ പ്രകാരമുള്ള സ്ഥലം സംബന്ധിച്ച വിവരങ്ങൾ ആരാഞ്ഞ് വിവരാവകാശ നിയമപ്രകാരം നൽകിയ അപേക്ഷയ്ക്ക് ജൂൺ 28-ന് RDO നൽകിയ മറുപടിയിൽ ഈ സർവേ നമ്പറിൽ ലക്ഷ്മി അമ്മയ്ക്ക് ഭൂമി അനുവദിച്ചതിന്റെ രേഖകൾ ഫയലിൽ കാണുന്നില്ലെന്നും പറയുന്നു. ഭൂരഹിതരായവർക്ക് അവരുടെ അപേക്ഷ പരിഗണിച്ചാണ് ഭൂമി അനുവദിക്കുന്നത്. എന്നാൽ വർഷങ്ങളായി ഒരിടത്ത് കുടിയിരിക്കുമ്പോൾ അപേക്ഷ പോലും നൽകാതിരിക്കെ എങ്ങനെയാണ് തഹസീൽദാരുടെ കത്തിൽ പരാമർശിക്കുന്ന സർവേ നമ്പറിൽ ഭൂമി ലഭിച്ചതെന്നതിലും വ്യക്തതയില്ല. കുടിയിരിപ്പ് ഭൂമി അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് വർഷങ്ങളായി ഈ കുടുംബം ഹൈക്കോടതിയിൽ കേസ് നടത്തുന്നുണ്ട്. റവന്യൂ മന്ത്രിക്കും കുടുംബം അപേക്ഷ നൽകിയിട്ടുണ്ട്.